ഇന്നാണെങ്കിലേ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച് കേട്ടോ. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. ഞാനിതിവിടെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും സൂപ്പറാണ്. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അടി കുറച്ച് വെള്ളമൊക്കെ വരുവേ, സാരമില്ല. നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, നമുക്ക് കുറച്ച് ചിക്കൻ മസാല കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലോട്ട് കുറച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റി ഒന്ന് അടച്ചു വെക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ നമുക്ക് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ചിക്കൻ വേവിച്ചെടുക്കാം 2 വിസിലിൽ. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും മല്ലിയിലയും കൂടി ഇടുക. തക്കാളി ഇടുക. പിന്നെ കുരുമുളക് പൊടി ഇടുക, മഞ്ഞൾ ഇടുക, ഗരം മസാലപ്പൊടി ഇടുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ചിക്കനും അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കാണാം, അതും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ തേങ്ങയും കൂടെ അരച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ്. ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കുക. സംഭവം ഇത്രയും. ഇത് ഞാനേ പഞ്ചിച്ചേട്ടൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തില്ലയോ, ആ ചിക്കൻ കറിയാണേ. അപ്പൊ ഇതിന് അമ്മ ഉറങ്ങുമായതുകൊണ്ടാ വിളിക്കാൻ. അടിപൊളി ഇറച്ചി നമ്മളെ പഞ്ചുമോനെ ഇഷ്ടമാന്ന് പറഞ്ഞായിരുന്നു. നാളെ വരുമ്പോ കൊടുക്കാം. ഇതെങ്ങനെയുണ്ട്? സൂപ്പർ. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാരും നോക്കണം, അടിപൊളി കറിയല്ലേ. അതെ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് ഷെയർ ചെയ്യണം. ഇത്രയും